വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഗംഗ. വീട്ടിൽ വ്ളോഗൊക്കെ എടുത്തിട്ട് കുറച്ചധികം ദിവസങ്ങളായി അല്ലേ. ഇത് ഞാൻ ഒരു വട്ടം ഇട്ട വീഡിയോ ആണ്. അപ്പം യൂട്യൂബ് അതിനെ റിമൂവ് ആക്കുകയാണ് ചെയ്തിരുന്നത്. കുട്ടികളുടെ സീൻസൊക്കെ ഒരുപാട് ഉള്ളത് കൊണ്ടായിരിക്കാം. അപ്പം 46 പേരോ അത്രയൊക്കെ കണ്ടിട്ടുള്ളായിരുന്നേ. അപ്പം ഞാൻ കരുതി അതൊന്നുകൂടി എന്തായാലും എല്ലാ വീഡിയോസും എൻ്റെ കിടപ്പുണ്ട്, അതൊന്നുകൂടി എഡിറ്റ് ചെയ്ത് പസുട്ടുള്ള ഭാഗമൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് വീണ്ടും ഇടാമെന്ന് കരുതി. അപ്പോൾ ആ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇത് കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് മോനുടെ സ്കൂൾ തുറക്കുന്ന ദിവസമാണ്. ഇന്ന് എൻ്റെ ജന്മനാൾ കൂടിയാണ്. അപ്പോൾ രണ്ടും ഒരേ ദിവസം വരുന്നത് കൊണ്ട് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചെടുത്തതായിരുന്നേ. എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ജന്മനാളാണ്. എനിക്കങ്ങനെ ഇപ്പോൾ ബർത്ത്ഡേ ആണ്, അതുകൊണ്ട് എല്ലാവരും എൻ്റെ സ്റ്റാറ്റസ് ഇടുന്നു, ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നത്, അവരെന്നെ മെൻഷൻ ചെയ്യുന്നത്, ഇതൊന്നും എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളല്ല. ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ അന്ന് രാത്രി ആയപ്പോഴത്തേക്ക് ധന്യ വന്നിട്ടുണ്ടായിരുന്നു. ധന്യ ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു. കേക്ക് കട്ട് ചെയ്തു. പിന്നെ അമ്മ ഡ്രസ്സ് എടുത്ത് തന്നു. പൊതുവേ കുറവാണ് കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇഷ്ടമുള്ളൊരു കാര്യമല്ല ഇപ്പം ഇത്. അപ്പോൾ ഇന്ന് ജന്മനാളാണ്, അമ്പലത്തിൽ പോകണം അത്രമാത്രം. പണ്ട് ജന്മനാളിൻ്റെ അന്ന് അമ്പലത്തിൽ പോവും, നോൺ വെജ് ഐറ്റംസ് ഒന്നും കഴിക്കത്തില്ല, അങ്ങനെ ഭയങ്കരമാണ് കേട്ടോ. പായസമൊക്കെ വയ്ക്കും. പക്ഷേ എനിക്കിപ്പം വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. മോനുടെ ആയതിനു ശേഷം മോനുടെ ജന്മനാളിനാണ് ഞാൻ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് മാറ്ററിലോട്ട് വരാം. അപ്പോൾ രാവിലെ ഒരു 5:45 ആയപ്പോൾ ഞങ്ങൾ എണീറ്റിട്ടുണ്ടായിരുന്നേ. അമ്മയും എണീറ്റിട്ടുണ്ടായിരുന്നു. അമ്മ 5:30 ആയപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു. ഞാൻ 5:45 എങ്ങാണ്ടായി കേട്ടോ. അങ്ങനെ അരി അടുപ്പത്ത് ഇടണമെന്നുള്ളതുകൊണ്ടാണ് രാവിലെ എണീക്കുന്നത്. അപ്പം ഇനി ഈ 2 മാസം ഒന്നും അറിഞ്ഞിരുന്നില്ല. ഫുള്ള് ഒരു 8 മണിയാകുമ്പോഴും 7 മണിയാകുമ്പോഴൊക്കെ എണീറ്റാൽ മതിയായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇനിയിപ്പം ഇന്ന് മുതൽ രാവിലെ കാപ്പിയും ചോറും ആവണം. മറ്റേത് അങ്ങനെ ആയിരുന്നില്ല. രാവിലെ കാപ്പി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മ പിന്നെ ഞാൻ പോയതിന് ശേഷം അമ്മ പിന്നെ ചോറും കറിയൊക്കെ വയ്ക്കും. അങ്ങനെയൊക്കെയായിരുന്നു. ഇനിയിപ്പോൾ അങ്ങനെയല്ല. അപ്പോൾ ഫുള്ള് വീണ്ടും പഴയ ടൈം ടേബിളായി കേട്ടോ. അതുകൊണ്ട് തന്നെ അതാണ് ഒരു കണക്കിന് ബെറ്റർ. 9 മണിയാകുമ്പോൾ എല്ലാ പണികളും തീരും, എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിരിക്കും. മറ്റേത് അടുക്കളയിൽ കിടന്ന് ഒരു നേരം ജോലിയും തീരൂല, അങ്ങനെ ആയിപ്പോൾ. മിക്ക പേർക്ക് 2-ാം തീയതിയാണ് സ്കൂൾ തുറന്നിരുന്നത്. അപ്പോൾ ഞാനും വിചാരിച്ചു 2-ാം തീയതി ആയിരിക്കുമെന്ന്. പക്ഷേ എൻ്റെ ഭാഗ്യവശാൽ അത് 4-ാം തീയതിയിലോട്ട് മാറ്റിയിരുന്നു കേട്ടോ. എനിക്ക് 2-ാം തീയതി വർക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ധന്യ സ്ഥലത്തില്ലായിരുന്നു. അപ്പോൾ ധന്യ ഞാനും പ്രാർത്ഥിച്ചിരുന്നു, ഈശ്വരാ സ്കൂൾ തുറക്കണത് മാറ്റി വെക്കണേന്ന്. മക്കളൊക്കെ ഫസ്റ്റ് ഡേ സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് എല്ലാ അമ്മമാർക്കും ഒരു ആഗ്രഹം കാണുമല്ലോ, അവരെ ഒരുക്കി റെഡിയാക്കി സ്കൂളിലോട്ട് കൊണ്ടാക്കുക എന്നാണ്. അപ്പോൾ അതേപോലൊരു ആഗ്രഹമായിരുന്നു നമുക്കും. ഭാഗ്യവശാലാണ് നമുക്ക് ഇന്നത്തെ ദിവസം കിട്ടിയത് കേട്ടോ. മോനുടെ പഠിക്കുന്ന സ്കൂൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ജ്യോതിസ് പബ്ലിക് സ്കൂളാണ്. അപ്പോൾ അവർക്ക് കഴക്കൂട്ടത്തും ബ്രാഞ്ചസ് ഉണ്ട്, ആലന്തറയും ബ്രാഞ്ചസ് ഉണ്ട്, ആറ്റിങ്ങലും ബ്രാഞ്ചസ് ഉണ്ട്. ഇതിൽ ആലന്തറയാണ് മോനുട്ടൻ പഠിക്കുന്നത്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു മോനുട്ടൻ എവിടെയാണെന്ന്. അതുകൊണ്ടാണ് പറഞ്ഞിരുന്നത്. ഇത് മോനുട്ടൻ്റെ ഫേവറേറ്റ് ഐറ്റമാണ്. ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് കൂണ്. ഭയങ്കര ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഴ്ക്കുണ്ടാക്കി കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും സംഭവമാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ ക്യാരറ്റോ പയറോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ അതെല്ലാം മാറ്റി നിർത്തിയിട്ട് ഇത് മാത്രം പറക്കി തിന്നും. കൂണ് അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് കൂണ്. എനിക്കും ഇഷ്ടമാണ്. അവൻ്റെ ഫേവറേറ്റ് ഐറ്റം ആയതുകൊണ്ട് തന്നെ ഇത് വെച്ചൊരു വിഴുക്കം ഉണ്ടാക്കാമെന്ന് കരുതിയേ. കുറേ ദിവസമായി ഇവിടെ മീൻ വാങ്ങിച്ചിട്ട്, ഒരുപാട് ദിവസമായി കേട്ടോ. ആ ഒരു അപകടത്തിന് ശേഷം ഇതുവരെയും മീൻ വാങ്ങിച്ചിട്ടില്ല. മീൻ വാങ്ങിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. എങ്ങനെയാണ്, വാങ്ങിക്കാമോ കൊള്ളാമോ എന്നൊന്നും അറിയത്തില്ല. ഒരു പേടിയുടെ പുറത്താണ് വാങ്ങിക്കാതിരിക്കുന്നത്. കുറച്ച് നാളുകൂടെ കഴിഞ്ഞിട്ട് വാങ്ങിക്കാതെ. യഥാർത്ഥത്തിൽ മീൻ കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ ഞാൻ ശരിക്കും അങ്ങ് ഉണങ്ങും കേട്ടോ. കാരണം ഫുഡൊക്കെ കഴിക്കാൻ വളരെ കുറവായിരിക്കും. അപ്പോൾ മീനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കറികൾ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. 1-2 കറികൾ വെച്ചാൽ മതി. എനിക്കാണെങ്കിൽ മീനുണ്ടെന്നുണ്ടെങ്കിൽ ചോറിനോട് മീനും ചോറും മാത്രം, വേറെ ഒന്നും വേണ്ട. അയ്യോ ഇപ്പം എന്ത് ചെയ്യുമെന്നറിയാൻ വയ്യാത്ത അവസ്ഥയാണ്. മുട്ടയൊക്കെ വാങ്ങിച്ച് വയ്യ. പിന്നെ കരിവാട്, ഇതൊക്കെ തന്നെയാണ് അവിടുത്തെ കറികൾ കേട്ടോ. ഫാസ്റ്റൂടെ സ്കൂളിൽ പോയി തുടങ്ങിയതുകൊണ്ട് ഏറ്റവും വലിയ ടാസ്ക്കാണ്. മറ്റേത് മീനൊക്കെ പൊരിച്ച് വെച്ചാൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക. ഞാൻ കുറേ നോക്കി, കായൽ മീൻ കിട്ടുമോ അല്ലെങ്കിൽ എന്താണ് ആറ്റുമീൻ കിട്ടുമോ എന്നൊക്കെ നോക്കി കേട്ടോ. എങ്ങുമില്ല, എല്ലായിടവും കടൽ മീനാണ്. അപ്പം എനിക്ക് അറിഞ്ഞുകൂടാ എന്താണെന്നൊന്നും എനിക്കറിയാൻ വയ്യ. ഓരോരുത്തരും പറയുന്നത് നമ്മൾ വാങ്ങിക്കാതിരിക്കുന്നത്, അതിൽ ജെന്യുയിനുണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല. കഴിഞ്ഞ ദിവസം ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് 2-3 പീസ് ഇരിപ്പുണ്ട്. അതിൽ നിന്ന് ഫ്രൈ ചെയ്ത് മോനുട്ടന് കൊടുത്തയക്കും. ബീട്രൂട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ബീട്രൂട്ട് തോരൻ വെക്കാമെന്ന് വിചാരിച്ച്. പിന്നെ കൂണും
വള്ളിപ്പയറുണ്ടല്ലോ, അത് വെച്ചാണ് വിഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത്. കൂട് മാത്രമായിട്ട് വിഴുക്കുവരട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങും തികയത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് മിക്സ് ചെയ്ത് ചെയ്യാമെന്ന് കരുതിയത്. പെട്ടെന്ന് തീരും കൂട് മാത്രമായിട്ട് ചെയ്യുമ്പോഴത്തേക്കും. എല്ലായിടവും അങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല. ഈ വള്ളിപ്പയർ ഒന്ന് ഈ കൈ വെച്ച് തന്നെ ഒടിച്ച് അതിൻ്റെ നാരെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അങ്ങനെ നാരെടുത്താണ് നമ്മൾ പിച്ചാത്തി യൂസ് ചെയ്യാതെ നമ്മൾ കൈവച്ചാണ് അത് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വാടിക്കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ അറിഞ്ഞൂടാത്തവർ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. അതിൻ്റെ സൈഡിൽ ഒരു നാര് കണക്കുണ്ട്, അതിങ്ങനെ കൈ വെച്ച് ഒടിച്ച് നമുക്കത് റിമൂവ് ചെയ്യാൻ പറ്റും. ഇവിടെ കട്ട് ചെയ്താണ് എടുക്കുന്നത്. ഞാനും ഇപ്പോൾ കട്ട് ചെയ്ത് തന്നെ എടുക്കുന്നത് എളുപ്പത്തിന് വേണ്ടിയിട്ട്. മറ്റേത് ഇത്തിരി ടൈം കൂടുതലെടുക്കും. പക്ഷേ ചിലർക്കത് ഇഷ്ടമാണ്, ചിലർക്കത് ഇഷ്ടമല്ല. സവാളയൊക്കെ ഇട്ടൊക്കെ കുഴങ്ങി മധുരത്തോടെ ആയിരിക്കും കിട്ടുന്നത്. അത് ചിലർക്ക് അങ്ങ് പിടിക്കണമെന്ന് ഇല്ല കേട്ടോ. ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതിലിത്തിരി മൂട്ടി പിടിക്കാൻ തുടങ്ങിയ സമയത്ത് ഈ ഒരു ശക്കല എണ്ണ ഒഴിച്ചു കൊടുത്ത്, എനിക്ക് ഒരുപാട് എണ്ണ വരണത് ഇഷ്ടമല്ല, പക്ഷേ അങ്ങനത്തെ മൂട്ടി പിടിക്കണമെന്ന് കണ്ടപ്പോഴാണ് ശകല എണ്ണ ഒഴിച്ചു കൊടുത്തത്. പിന്നെ ചിക്കനും ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. മോനുടെ നല്ല ഉറക്കമാണ്. 2 മാസം പോത്തുപോലെ അവന് തോന്നുന്ന സമയത്താണ് അവൻ എണീറ്റ് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ എന്നിരുന്നാലും 7-7:30 മണിയാകുമ്പോഴേക്ക് എണീറ്റ് വന്നിരുന്ന സമയവും ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പം നല്ല ഉറക്കമാണ്. രാവിലെ ഇനി ഗുസ്തിയാണ്, ഇനി അവനെ എണീപ്പിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഈ ഒരു ടൈം ടേബിൾ ആൾ ഒന്ന് ശീലിച്ച് വരണമല്ലോ. അതുകൂടാതെ തന്നെ തലേ ദിവസം നേരത്തെ കിടന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല. രാവിലെ കുറച്ച് അരിച്ച് പറക്കലിലാണ്. കഴിഞ്ഞ വർഷത്തെ 2 ജോഡി യൂണിഫോം ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷത്തെ സെയിം യൂണിഫോമാണ് ഈ വർഷവും കൂടി. അപ്പം ഈ വർഷം ഒരു ജോഡി എടുത്തിട്ടുള്ളായിരുന്നു. അപ്പോൾ അതിൽ ഒരു ജോഡി മിസ്സിങ് ആയി. അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മോനോട് 2 ഫോട്ടോയും കൂടെ കൊടുത്തേക്കാൻ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതില്ലാത്തതുകൊണ്ട് അതിന് ഒന്നേന്ന് എടുത്താലേ പറ്റത്തുള്ളൂ. ഞാൻ കരുതി വെക്കേഷൻ സമയത്ത് ആൾ നല്ല പോലെ വണ്ണം വയ്ക്കുമായിരിക്കുമെന്ന്. പക്ഷേ ഇല്ല, കൊച്ചുങ്ങളല്ലേ, അവരിപ്പോൾ പൊക്കം വയ്ക്കുന്ന ടൈം ആയതുകൊണ്ടായിരിക്കാം അവർ വണ്ണം വയ്ക്കണമെന്ന് നമുക്കറിയാൻ വേണ്ടി പറ്റത്തില്ല. കാലിന് നീളം വയ്ക്കും തോറും ആയിരിക്കാം, എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അവൻ എന്തായാലും പൊക്കം വെച്ചു. പക്ഷേ ആൾ കോലം കെട്ടാണൊക്കെ ആയിപ്പോയി കേട്ടോ. പിന്നെ മുട്ട അടിച്ച സമയത്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ മുടി വളർന്നു തുടങ്ങിയ സമയത്ത് ഭയങ്കര ഒരു എന്തോ പോലെ ആയിപ്പോയി കേട്ടോ. മുട്ട അടിച്ചത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, വെക്കേഷൻ സമയത്ത്. വെക്കേഷൻ ആയതുകൊണ്ട് നമ്മൾ പോയതാണ്. അല്ലെങ്കിൽ അത് വീണ്ടും നീട്ടി വെച്ചേനെ കേട്ടോ. പക്ഷെ ഭാഗ്യം കൊണ്ട് അവനെ മുടി പൊടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് സലൂണിൽ പോകണം, ഇന്ന് രോഹിണിയില്ല. അപ്പോൾ രോഹിണിക്ക് ഒരു ചെറിയ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവളും തിരക്കിലാണ് കേട്ടോ. അവളും വരത്തില്ല, കുറച്ച് ദിവസമായി അവൾ വന്നിട്ട്. അപ്പോൾ ഇന്ന് എനിക്ക് മോനോടനെ കൊണ്ടാക്കിയിട്ട് അതുവഴി ഞാൻ സലൂണിലോട്ട് പോവാമെന്നാണ് വിചാരിച്ചത്. അവൻ വീട്ടിൽ ഉണ്ടെങ്കിൽ പിന്നെ ഫുൾ താങ്ങി തൂങ്ങി നിൽപ്പാണ് കേട്ടോ. അവനും വിടത്തില്ല, ആകെ കരച്ചിലായി, ബഹളങ്ങളായി. സത്യം പറയാം, ഇന്നാണ് എനിക്ക് ഇത്തിരി സമാധാനമായത് കേട്ടോ. മറ്റത് അവനെ വീട്ടിൽ ഇരുത്തിയിട്ട് ഞാൻ ജോലിക്ക് പോകുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. എൻ്റെ കൊച്ചിൻ്റെ അടുത്ത് എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്ത്. ഇന്നിപ്പോൾ ആ ഒരു സങ്കടം മാറിക്കിട്ടും കേട്ടോ. കാരണം അവൻ വരുന്നത് 3:30 മണിക്കാണ്. ഞാനൊരു 6:30-7 മണിയാകുമ്പോൾ എത്തും. വർക്കില്ലാന്നുണ്ടെങ്കിൽ 6 മണിക്ക് തന്നെ എത്തും. ചിലപ്പോൾ വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു 6 മണി എന്നുള്ളത് നല്ല രീതിയിൽ എക്സ്റ്റെൻഡായി 9-10 മണി വരെയൊക്കെ എത്താറുണ്ട്. എൻ്റെ ഒരാഴ്ചയോളം ഉള്ള തുണികൾ കഴുകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇടയ്ക്ക് വെച്ച് നല്ല തിരക്കായി പോയതുകൊണ്ട് കഴുകാനൊന്നും പറ്റിയില്ല. ഇന്ന് കഴുകണമെന്ന് വിചാരിച്ച് അതും നടന്നിരുന്നില്ല കേട്ടോ. ഇത് മോനോട്ടിന് വാങ്ങിച്ച കുറേ പാത്രങ്ങളാണ് ഫുഡ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളത്. വാട്ടർ ബോട്ടിൽ വേറെയും ഉണ്ട് കേട്ടോ. പക്ഷേ പ്ലാസ്റ്റിക്കിൻ്റെ വേണ്ടാന്ന് കരുതി അമ്മ എടുത്തത് സ്റ്റീലിൻ്റെ ആയിരുന്നേ. ഇത് ചാലയിൽ നിന്ന് എടുത്തതാണ്, MRTയിൽ നിന്ന് എടുത്തതാണ്. മോനോട്ടിൻ്റെ കഴിഞ്ഞ വർഷത്തെ ഫുഡ് കൊണ്ടുപോകുന്ന പാത്രം മിസ്സായിപ്പോയി കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ പറയും അവനാവശ്യമുള്ള പാത്രങ്ങൾ എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെയാണ് അമ്മ കുഞ്ഞു കറികൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അവൻ രസം കുടിയും മോര് കുടിയും, രസം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫാനാണ് കേട്ടോ രസത്തിൻ്റെ. അപ്പോൾ അങ്ങനെയുള്ള കുറേ കുട്ടി സംഭവങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ സ്നാക്സിന് വേണ്ടിയിട്ട് മാങ്ങ ചെത്തി കൊടുത്തയക്കാമെന്ന് കരുതി. ഈ ഒരു മാങ്ങ, നീലം മാങ്ങ എന്നെങ്ങാണ്ടാണ് അതിനെ പറയുന്നത് കേട്ടോ. ഞാൻ ഏതാണ്ടൊരു 6-7 കിലോളം വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും. 1 കിലോയ്ക്ക് ആദ്യം 100 രൂപയായിരുന്നു, പിന്നെ വന്നപ്പോഴത്തേക്ക് 80 രൂപയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. പക്ഷേ ഇപ്പോൾ കഴിച്ച് എന്താണെന്തോ മടുത്തു കേട്ടോ. അപ്പോൾ ഇന്ന് സ്നാക്സായിട്ട് മോനോട്ടിന് കൊടുത്തയക്കുന്ന അതാണ്. ഇനിയുള്ള ചടങ്ങെന്ന് പറയുന്നത് മോനോട്ടിനെ പല്ല് തേപ്പിക്കുക, കുളിപ്പിക്കുക. മഴയൊക്കെ പെയ്തിട്ട് അമ്മയുടെ ഗാർഡനിങ് ഒക്കെ അത്യാവശ്യം മോശമായി തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതാണ് സംഭവം. ഈ 10 മണി ചെടികളൊക്കെ ഇല്ലേ, ആ സമയത്ത് ഫുൾ അഴുകി പോവും. കാരണം വെള്ളം ഒരുപാട് കിട്ടുമ്പോഴത്തേക്കും കാടും പിടിക്കും. ഇടയ്ക്ക് വെച്ച് ഒന്ന് വൃത്തിയാക്കിയൊക്കെ നിർത്തിയിട്ടിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ വീണ്ടും കാട് പിടിച്ചു കേട്ടോ. വസുട്ടന് നല്ല മൂടല്ലാന്നുണ്ടെങ്കിൽ ബ്രഷ് ചെയ്ത് എടുപ്പിക്കുക ഇത്തിരി ടാസ്ക്കാണ്. ഇന്നിപ്പോൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് വലിയ മൂഡിലൊക്കെ നിന്ന് ചെയ്യുന്നതാണ്. അതല്ലാത്തപ്പം ആൾ നമ്മളെ കിളി പറപ്പിക്കും കേട്ടോ. പിന്നെ
ജന്മനാളായതുകൊണ്ട് തന്നെ അമ്മ പറഞ്ഞ് ഇങ്ങനെ അമ്പലത്തിൽ പോയിട്ട് പോവാ, ഞാൻ ഒരു പട്ടുടുപ്പും പാടെ തച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ. ഇത് അമ്മയുടെ സാരി ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ പ്ലീറ്റൊക്കെ ഇട്ട് പാവാട തയ്ച്ചിട്ട് കുറേ നാളായി. ഞാൻ അങ്ങനെ ഇടാറില്ല, എനിക്ക് വണ്ണം തോന്നിക്കുന്നു വിചാരിച്ച് ഞാൻ അങ്ങനെ ഇടാറില്ല കേട്ടോ. അപ്പോൾ ഇപ്പം അമ്മ എനിക്ക് ഇങ്ങനെ ഒരു ബ്ലൗസും സ്കർട്ടും തയ്ച്ച് തന്നു. അപ്പോൾ അമ്പലത്തിൽ പോകാമെന്ന് കരുതി. ആ ഒരു കാര്യം പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാറുണ്ട് ജന്മനാൾ ദിവസം. വസൂട്ടൻ്റെ സ്കൂളിലെ ഫസ്റ്റ് ഡേ അല്ലേ, അപ്പോൾ വസൂട്ടിനെ കൂടെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിലാണ്. ഞാൻ കരുതിയത് ആലന്തര അമ്പലത്തിൽ പോകാമെന്നാണ്. പക്ഷെ സമയം നോക്കുമ്പോഴത്തേക്കും പിന്നെ ഇടയ്ക്ക് മഴയെങ്ങാനും പെയ്ത് കഴിഞ്ഞാൽ ആകെ സീനാവും. അപ്പോൾ വിചാരിച്ചു ഇതിൻ്റെ അടുത്തൊരു അമ്പലമുണ്ട് കേട്ടോ, ഒരു അമ്മൻ കോവിലുണ്ട്, അവിടെ പോവാന്ന്. അവിടെ സ്ഥിരം ഞാൻ പണ്ട് പൊയ്ക്കൊണ്ടിരുന്നതാണ്. ഇപ്പം അതായത് ഞാൻ കുട്ടിക്കാലത്ത് അവിടെ സ്ഥിരം പൊയ്ക്കൊണ്ടിരുന്ന അമ്പലമാണേ. ഇപ്പം പിന്നെ ഇടയ്ക്കിടയ്ക്ക് മാസത്തെ ഒരിക്കലൊക്കെ പോവാറുള്ളൂ. മഴയൊക്കെ പെയ്ത് ഇവിടെ ഫുള്ള് പായലാണ് കേട്ടോ. ഇവിടെ നിന്ന് വണ്ടി എടുക്കുക എന്നുള്ളത് ഒന്ന് സൂക്ഷിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ മൂക്കുമണ്ടേ ഇടിച്ച് കിടക്കും. കാരണം ഫുള്ള് പായലാണ്. നമ്മൾ ഈ വീട് എടുത്ത സമയത്ത് ഫസ്റ്റ് വന്ന സമയത്ത് ഇവിടെ ഫുള്ള് പായലായിരുന്നു. ഒരിക്കൽ ഞാൻ സ്ലിപ്പായി കേട്ടോ. അതിനുശേഷം ഞാൻ സൂക്ഷിച്ചേ ഈ സൈഡ് എടുക്കാറുള്ളൂ. ഇപ്പം മഴ പെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നല്ല രീതിയിൽ പായൽ കയറും. പായലും ഈ ടയറും കൂടെ ആകുമ്പോഴത്തേക്കും വണ്ടി ഇരിക്കുന്നവരൊക്കെ നിലത്ത് കിടന്ന് ഉരുളും. പെട്ടെന്ന് തന്നെ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വീട്ടിലോട്ട് വരണം. കാരണം മോനോട്ടൻ്റെ യൂണിഫോം ഒന്നും ഇടിയിപ്പിച്ചിട്ടില്ല. കാപ്പി കൊടുത്തു, ഒരു ദോശയും കണ്ടോ കഴിപ്പിച്ചിട്ടാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത്. അമ്പലത്തിൽ പോകുമ്പം കഴിച്ചിട്ട് പോകരുതെന്ന് കുറച്ച് പേര് പറയും. പക്ഷെ അപ്പം നമ്മൾ ലോങ് പോകുമ്പോൾ ഒരു അമ്പലത്തിൽ നിന്ന് വേറൊരു അമ്പലത്തിൽ പോകുമ്പോഴത്തേക്ക് കഴിച്ചിട്ടില്ലേ പോകാൻ പറ്റത്തുള്ളൂ. ഇതിപ്പം ഞാൻ കഴിച്ചിട്ടില്ല. മോനോടനെ കഴിപ്പിക്കാൻ കാരണമെന്ന് പറയുന്നത് വന്നു കഴിഞ്ഞാൽ പിന്നെ സമയം കിട്ടത്തില്ല. അങ്ങനെ നേരെ അമ്പലത്തിലോട്ട് എത്തിയേ. ഇവിടെ ഞാൻ പണ്ട് സ്ഥിരവും വന്നുകൊണ്ടിരുന്ന ഒരു അമ്പലമാണ് കേട്ടോ. പിന്നെ ഇപ്പം അങ്ങനെ വരക്കൊന്നും ഇല്ല, റയറായിട്ടാണ് വരുന്നതൊക്കെ. എന്നാലും ഈ വീടിൻ്റെ ഈ അമ്പലത്തിൻ്റെ അടുത്താണ് വീട് എന്നുള്ളത് കൊണ്ട് ചിലപ്പം മാസത്തെ ഒരിക്കലൊക്കെ ഞാൻ കയറാറുണ്ട് കേട്ടോ. ഇവിടെ ഉത്സവമൊക്കെ വരുമ്പോഴത്തേക്കും നമ്മളെ സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ് ഇവിടെ ഉത്സവം നടത്തുന്നത് കേട്ടോ. അപ്പോൾ ഈ അമ്പലത്തിലിരിക്കുന്നവരും കൂടുതലും അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ മിക്കപ്പോഴും വരാറുണ്ട്. ഇതിപ്പം ജന്മനാൾ ദിവസം ആയതുകൊണ്ട് തന്നെ എൻ്റെ പേരിലൊരു അർച്ചന എടുക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ല കേട്ടോ. ഞാൻ അങ്ങനെ എൻ്റെ പേരിൽ ഒരു അർച്ചന കഴിപ്പ് അങ്ങനെയൊന്നുമില്ല. പിന്നെ മാസത്തെ ഒരു തവണ നീരാഞ്ജനം ചെയ്യും, അതത്ര മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എൻ്റെ ജന്മനാൾ ദിവസം ആയതുകൊണ്ട് ഞാനൊരു അർച്ചന കഴിപ്പിച്ചു, മോനോട്ടിന് വേണ്ടിയിട്ട് കഴിപ്പിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ ഇരുന്നേ തൊഴുത് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോയി തൊഴുകുമ്പോൾ എന്തൊന്നുമില്ലാത്തൊരു പോസിറ്റീവ് ഫീൽ തന്നെയാണ് കേട്ടോ. അമ്പലത്തിൽ പോയി തൊഴുത് വരുന്ന വഴിക്ക് ഒരു ചെടി നിൽപ്പുണ്ടേ. അതിൽ നല്ല ഭംഗിയുള്ളൊരു പൂവാണ്. അത് ഞാൻ 1-2 പൂ പറിച്ച് ഞാൻ സലൂണിൽ വിളക്ക് കത്തിക്കുമ്പോഴും അല്ലാതെയൊക്കെ ഞാൻ വെക്കാറുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പൂവ്. ബ്രഹ്മാവിന് വെക്കുന്ന പൂവ് അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര്, എനിക്ക് ക്ലിയർ ആയിട്ട് അറിയത്തില്ല. ഞാൻ ചിലപ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഇവിടുന്ന് അത് പറിക്കാറുണ്ട്. അങ്ങനെ ഞാൻ മോനോട്ടനോട് പറഞ്ഞ് ഒരു വീഡിയോ എടുത്തു തരാനേ. ഇത്രയും നന്നായിട്ട് ഭംഗിയായിട്ട് മോനോട്ടൻ വീഡിയോ എടുത്തു തരുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല. ജസ്റ്റ് പറഞ്ഞത് മാത്രമായിരുന്നു കേട്ടോ. എന്നെ അറിയാവുന്നവർക്ക് അറിയാമായിരിക്കും, ഞാൻ ചിലപ്പോൾ ഡയറ്റാണ്, ചിലപ്പോൾ ഡയറ്റില്ല. ഇന്നിപ്പോൾ രാവിലെ ദോശ എന്തോന്നായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ വിചാരിച്ചു കുറച്ച് മില്ലറ്റ് എടുത്ത് പാലിൽ കുറുക്കി കുടിക്കാമെന്ന് വിചാരിച്ചു. പഞ്ചസാരയൊന്നും ഇടത്തില്ല. എനിക്ക് ചിലപ്പോൾ തോന്നും ഡയറ്റ് എടുക്കണമെന്ന്, ചിലപ്പോൾ തോന്നും ഡയറ്റ് എടുക്കണ്ടെന്ന്. എൻ്റെ കാര്യങ്ങൾ അപ്പോഴപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡയറ്റ് രീതികളൊന്നും ചിലപ്പം പറ്റാറേ ഇല്ല. അപ്പം കിട്ടുന്ന സമയം ചില സാധനങ്ങൾ അവോയ്ഡ് ചെയ്യും. ഇന്നിപ്പോൾ രാവിലത്തെ ഫുഡ് ഇതാക്കാമെന്ന് വിചാരിച്ച്. എന്നിരുന്നാലും ഒരു 11-11:30 മണിയാകുമ്പോൾ വീണ്ടും വിശക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഞാൻ സലാഡ് മീൻസ് സാലഡ് വെള്ളരിക്കയൊക്കെ ഞാൻ കട്ട് ചെയ്ത് ക്യാരറ്റൊക്കെ കട്ട് ചെയ്ത് ഞാൻ കൊണ്ടുപോകാറുണ്ട് കേട്ടോ. ഇതിലിപ്പം ചൂട് പാലാണ് വീഴ്ത്തിയത്. എനിക്ക് ഇഷ്ടമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ ഇത് ഒരുപാട് അങ്ങ് ഓവർ കുക്ക്ഡ് ആയിപ്പോയി കഴിഞ്ഞാൽ ഇതിപ്പോൾ വേവിക്കത്തില്ല. തിളപ്പിച്ച പാലാണ് ഇതിൽ വീത്തുന്നത്. അതല്ലാതെ ഓവർ കുക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കഴിക്കാൻ തോന്നത്തില്ല. തിളപ്പിച്ച പാൽ വീത്തുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് വേവുമല്ലോ, കൗരുമല്ലോ. അപ്പോൾ എനിക്ക് ഇളം ചൂട് പാൽ വീത്തിയ അത്രയും നല്ലത്. പിന്നെ ഇതിൽ ഇപ്പം ഷുഗർ ഐറ്റംസ് ഒന്നും ഇടാത്തത് കൊണ്ട് ഇതിൽ മുന്തിരിങ്ങ ഇടും. ആ ഒരു മുന്തിരിങ്ങയുടെ മധുരം കിട്ടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ മുന്തിരിങ്ങ ഫുള്ളില്ലല്ലോ, കുറച്ചല്ലേ കിട്ടത്തുള്ളൂ. അപ്പോൾ പിന്നെ വല്ല ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും അരിഞ്ഞിടുന്നതും എനിക്ക് ടേസ്റ്റാണ്. മധുരം കിട്ടിയാൽ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ അതിന് വേണ്ടിയിട്ട് ഷുഗർ ഇടാൻ വേണ്ടി പറ്റത്തില്ല. ഷുഗർ കട്ടാണ് ഞാൻ നോക്കുന്നത്. രാവിലത്തെ ചായയൊന്നും കുടിച്ചിട്ടില്ല. ചായയൊക്കെ കുടിക്കാതെയാണ് രാവിലെ അടുക്കളയിലോട്ട് കയറിയത്. പണ്ടത്തെ എന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, രാവിലെ ഒരു ചായ കുടിക്കാതെ ഗംഗ അനങ്ങത്തു കൂടിയില്ലായിരുന്നു.
ആ ഗംഗയിൽ നിന്ന് എനിക്ക് ഇത്രയും വ്യത്യാസം ഉണ്ട് എന്നറിയുന്നത് തന്നെ എനിക്കിപ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എന്നാൽ ചില സമയങ്ങളിൽ വൈകുന്നേരം ഞാൻ ചായ കുടിക്കാറുണ്ട്. രാവിലത്തെ ചായ എന്തായാലും ഞാൻ ഒഴിവാക്കി. എനിക്ക് രാവിലത്തെ ചായ ഒഴിവാക്കാൻ പറ്റൂലെന്നാണ് ഞാൻ വിചാരിച്ചത്. എൻ്റെ ഈ ജന്മത്ത് എനിക്ക് രാവിലത്തെ ചായ കട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ഞാൻ ആ ഒരു ദൗത്യം ഏറ്റെടുത്തു. ഇപ്പോൾ രാവിലെ ചായ വേണമെന്ന് വലിയ നിർബന്ധമില്ല. പക്ഷേ മഴ പെയ്ത് കഴിഞ്ഞ് എനിക്കൊരു ടെൻഡൻസി വരും കേട്ടോ, തണുപ്പൊക്കെ അടിക്കുമ്പം മധുരമുള്ളൊരു ചായ കിട്ടിയാൽ കൊള്ളായിരുന്നെന്ന്. പിന്നെ ഷൂ ഒക്കെ കഴിഞ്ഞ വർഷത്തെ ഷൂ തന്നെയാണ് കേട്ടോ. അതുകൂടാതെ തന്നെ യൂണിഫോം 2 ജോഡി അവന് കഴിഞ്ഞ വർഷത്തെ ഉണ്ടായിരുന്നു. അതിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും പറ്റിയിരുന്നില്ല. പിന്നെ ഈ വർഷം ഒരു ജോഡിയും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പാത്രവും വാങ്ങിച്ചു, കുപ്പിയും വാങ്ങിച്ചു. ഇത് മാത്രമേ അവന് വാങ്ങിച്ചിട്ടുള്ളൂ, അല്ലാതെ വേറെ ഒന്നും വാങ്ങിച്ചിട്ടില്ല. എല്ലാം കഴിഞ്ഞ വർഷത്തെ സാധനങ്ങളായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഓരോ അമ്മമാർ സ്കൂൾ തുറക്കുന്ന സമയത്ത് നെട്ടോട്ടമായിരുന്നു. പക്ഷെ എനിക്ക് അങ്ങനെ ഓടേണ്ടിയൊന്നും വന്നിരുന്നില്ല. അമ്മ തന്നെയാണ് തിരുവനന്തപുരത്ത് പോയപ്പം അമ്മയെ കൊണ്ട് തന്നെയാണ് ഞാൻ ചാലയിൽ നിന്ന് സാധനങ്ങൾ എടുപ്പിച്ചത്. അപ്പോൾ വേറെ സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ വർഷം അങ്ങനെ ആയിരുന്നില്ല, ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കഴിഞ്ഞ വർഷവും കഴിഞ്ഞതിൻ്റെ അങ്ങേ വർഷവും പഴയ വീട്ടിൽ നിന്ന സമയത്ത് ബാഗും കുടയും വടിയും യൂണിഫോം ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നെട്ടോട്ടമായിരുന്നു കേട്ടോ. അങ്ങനെ അതും ഒരു ഓർമ്മ. പിന്നെ നേരെ സ്കൂളിലോട്ട് പോവുകയാണ്. ഇപ്പോൾ ഒരു 9:15 ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ എനിക്ക് നേരെ സലൂണിലോട്ട് പോകണം. എനിക്ക് സമയമുണ്ട്, എനിക്ക് ആവശ്യം പോലെ സമയമുണ്ട്. കാരണം ഞാൻ 10 മണിക്കാണ് ഷോപ്പ് ടൈം വച്ചിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് കയറിയാൽ മതി. അപ്പോൾ ഇതിനിടയ്ക്ക് എനിക്ക് ഒരു പരിപാടിയും കൂടെ ഉണ്ട് കേട്ടോ, അത് ഞാൻ പറഞ്ഞു തരാം. ഇപ്പം മോനോട്ടൊരു സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് വേണം എനിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളത്. അങ്ങനെ സ്കൂളിലെത്തിയേ എനിക്കിവിടെ ഇപ്പോൾ 3ാമത്തെ വർഷമാണ് മോനുട്ടൻ. പ്ലേ ക്ലാസ്സിലാക്കിയ സമയത്ത് എനിക്ക് അത്യാവശ്യം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ആൾക്ക് ഒന്നും അറിഞ്ഞൂടായിരുന്നു, എഴുതാൻ കൂടി അറിഞ്ഞൂടായിരുന്നു. ഞാൻ പറഞ്ഞു കൊടുത്താൽ അവൻ എൻ്റെ അടുത്തുനിന്ന് ഇരിക്കത്തില്ലായിരുന്നേ. അപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, എന്താവും ഏതാവും എന്നുള്ളത്. പക്ഷേ അവന് പ്ലേ ക്ലാസ് LKG നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. നല്ല ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻ്റാണ് കേട്ടോ കിട്ടിയത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എനിക്ക് തോന്നി. കെയറിങ്ങും കിട്ടുന്നുണ്ട്, അവിടുത്തെ ക്ലാസ്സും ഓക്കെ ആണെന്ന്. അങ്ങനെ ഞാൻ ഇവനിവിടെ ആക്കിയിട്ട് തിരിച്ച് പോകാൻ നേരത്തെ ഇവൻ കരയോ എന്നൊരു പേടിയുണ്ടായിരുന്നു. കാരണം നാളെ ഒരു ദിവസം ഡ്രോയിങ് ക്ലാസ്സിന് കൊണ്ടുവന്ന് ആക്കിയതിന് ശേഷം ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അവൻ ഭയങ്കര കരച്ചിലായിരുന്നേ. അങ്ങനെ അതുകൊണ്ട് എനിക്കൊരു പേടിയുണ്ടായിരുന്നു, ഇനി ഇവ എന്നെ കാണണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് കരയോ എന്തോന്ന്. ഭാഗ്യത്തിന് വൈകുന്നേരം വീട്ടിലെത്തിയ സമയത്ത് ഞാൻ വിളിച്ച് ചോദിച്ചിരുന്നു അവൻ കരഞ്ഞാന്നേ. അപ്പോൾ കരഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അവൻ ഹാപ്പി ആയിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ പുതിയ വർഷം ആയതുകൊണ്ട് ക്ലാസ് ടീച്ചറും മാറി. EVSൻ്റെ ടീച്ചറാണ് ഇപ്പോൾ അവൻ്റെ ക്ലാസ് ടീച്ചർ. പക്ഷേ എല്ലാവരുമായിട്ട് നല്ല കമ്പനിയാണ് കേട്ടോ. അതുകൊണ്ട് ഒരു അടുപ്പത്തിൻ്റെ കുറവൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല, എല്ലാവരോടും നല്ല കമ്പനിയാണ്. അത് കഴിഞ്ഞ് ഞാൻ നേരെ വന്നത് എനിക്കൊരു ഹെഡ്സെറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. കുറേ നാളുകൊണ്ടേ വിചാരിക്കുകയാണ്. ഞാൻ ഈ സ്കൂട്ടിയിലൊക്കെ ട്രാവൽ ചെയ്ത് പോകുമ്പോഴത്തേക്കും എനിക്കൊരു ഹെഡ്സെറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ മാപ്പ് എടുക്കുമ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്യും, പകുതി വഴിക്ക് എത്തിയിട്ട് ഫോൺ നോക്കിയാണ് പിന്നെ ഓട്ടിക്കണത്. അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അതുകൂടാതെ തന്നെ ഇപ്പോൾ ലോങ് ഒക്കെ ഞാൻ ചില ദിവസങ്ങളിൽ കാറൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ സ്കൂട്ടിയിലായിരിക്കും പോകുന്നത്, ഹെൽമെറ്റിൻ്റെ അകത്തായിരിക്കും ഫോൺ വയ്ക്കുന്നത്. അത് ചെവിയിലിരുന്ന് വേദന എടുത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തൊരു വേദനയാണെന്നറിയാമോ. എനിക്കാണെങ്കിൽ വണ്ടി ഓടിക്കുമ്പം ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. വേദന, മുഖം ചൊറിച്ചില്, ഇത് മൂക്ക് ചൊറിയുക, എനിക്ക് ഇതൊന്നും ഇഷ്ടമുള്ള കാര്യമല്ല കേട്ടോ. അപ്പോൾ കുറേ ദിവസം കൊണ്ട് ഞാൻ മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അങ്ങനെ പിന്നെ ഇന്ന് തന്നെ വന്ന് മൈജിയിലാണ് വന്ന് എടുത്തത് കേട്ടോ. മൈജിയിൽ വന്ന് ഒരു ഹെഡ്സെറ്റ് എടുത്ത്. നെക്ക് ബാൻഡ് എനിക്കിഷ്ടമല്ല, നെക്ക് ബാൻഡ് മോഡലുണ്ടല്ലോ അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അങ്ങനെ ഞാൻ വിചാരിച്ചു ബോട്ടിൻ്റെ ഹെഡ്സെറ്റാണ് വാങ്ങിച്ചത്. കൊള്ളാം, ഞാൻ ഉപയോഗിച്ചത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിവ്യൂ ആണ്. എനിക്ക് പ്രത്യേകിച്ച് നെഗറ്റീവ്സ് ഒന്നും പറയാൻ വേണ്ടിയിട്ടില്ല കേട്ടോ. അടിപൊളി, എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് കുറച്ച് നേരം വെച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും തലവേദന എടുക്കുക, അതാണ് വേറൊരു കാര്യം. പിന്നെ നേരെ സലൂണിൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്കും ഭയങ്കര മഴയായി. പിന്നെ വണ്ടി ഒതുക്കി കുറച്ച് നേരം മഴയൊക്കെ തോന്നിയതിന് ശേഷമാണ് ഞാൻ പിന്നെ സലൂണിലോട്ട് വന്നത്. ഡ്രസ്സൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ എന്തോ പോലെയാണ് കേട്ടോ. അതാണ് ഞാൻ പിന്നെ മഴയൊക്കെ ഒന്ന് തോരട്ടെ എന്നിട്ട് കയറാമെന്ന് വിചാരിച്ചത്. അങ്ങനെ കടയിലെത്തി. അപ്പോൾ ഇന്ന് രോഹിണി ഇല്ലയെന്ന് ഞാൻ പറഞ്ഞല്ലോ. രോഹിണി ഉണ്ടായിരുന്നെങ്കിൽ രാവിലെ ഒരു 9:45 10 മണിക്ക് ഷോപ്പ് ഓപ്പൺ ചെയ്തേനെ. അപ്പോൾ രോഹിണി ഇല്ലാത്തത് കൊണ്ട് കറക്റ്റ് രാവിലെ ഞാൻ തന്നെ എത്തണം. അങ്ങനെ ഇവിടെ എത്തി. ഇനി എനിക്കുള്ള കുറച്ച് പരിപാടികളുണ്ട്. അങ്ങനെ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഉള്ള ദിവസങ്ങൾ ഇവിടെ തീരുകയാണ് കേട്ടോ. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും. ടാറ്റാ ബൈ ബൈ, സീ യു.